ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനിവിടെ ഒരു വ്യത്യസ്ത രുചിയിൽ ക്യാബേജും കടലപ്പരിപ്പും കൊണ്ട് ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എപ്പോഴും ഒരേ രുചിയിൽ ഉണ്ടാക്കുന്നതിന് പകരം വ്യത്യസ്ത രീതികളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. അപ്പം ഇത് ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. ഒരു കുക്കർ എടുത്ത് അതിലേക്ക് ഓയിൽ 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ജീരകം 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇപ്പം ജീരകവും ചെറുതായി പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പെരുംജീരകം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കറുവപ്പട്ട ഒരു ചെറിയ പീസ്, ഗ്രാമ്പൂ ഒരു 3 എണ്ണം, ഇത്രയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് 2 എണ്ണം ചെറുതായി അരിഞ്ഞത്, സവാള ഒരു മീഡിയം സവാള സ്ലൈസ് ചെയ്തത്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവോളയൊക്കെ ഇവിടെ നിന്ന് ട്രാൻസ്പെറൻ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതിയാകും, 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണം എല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു വലിയ ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഈ ടൊമാറ്റോ ചെറുതായി ഒന്ന് വാടി വരുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ടൊമാറ്റോ ഇവിടെ വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/2 kg ക്യാബേജ് ചേർത്ത് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ക്യാബേജ് കുറച്ച് വലുതായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ. ഇനി അതിലേക്ക് അരമണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച കടലപ്പരിപ്പ് 1/4 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ. ഇനി അത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ, ഗരം മസാല ഒരു അര ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കരിയാപ്പില ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ കുക്കറിൻ്റെ സ്റ്റീം എല്ലാം പോയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഒരു കറി റെഡി ആയിട്ടുണ്ട്. ഒരു വ്യത്യസ്ത രുചിയിൽ നിങ്ങളിത് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.